ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഗൾ കാലഘട്ടത്തിലെ മനോഹരമായ നിർമ്മിതികൾ കൊണ്ട് സമ്പന്നമായ ഡൽഹിയിലെ സഫ്ദർജംഗ് ടോംബാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. പേർഷ്യൻ ശില്പകലയുടെ സമ്പന്നതകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു മുഗളന്മാരുടെ ഭരണകാലം. അവരുടെ ഒടുവിലത്തെ നിർമ്മിതിയാണ് സഫ്ദർജംഗ് ടോംബ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ വിസ്മയ ശില്പത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇന്ത്യ ഭരിച്ച ധാരാളം രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ ഡൽഹിയിലുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ശവകുടീരം തല ഉയർത്തി നിൽക്കുന്നത് സഫ്ദർജംഗിൻ്റേതാണ്. മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു സഫ്ദർജംഗ്. സഫ്ദർജംഗ് ആശുപത്രിയും സഫ്ദർജംഗ് വിമാനത്താവളവും വളരെയേറെ പരിചിതമാണെങ്കിലും സഫ്ദർജംഗ് ആരാണെന്ന് ചരിത്രപഠന വിദ്യാർത്ഥികൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായി ചുരുങ്ങിയിട്ടുണ്ട്. അതിശക്തമായി മുഗൾ രാജഭരണം ശിഥിലമായി വരുന്ന സമയത്താണ് രാജസദസ്സിലെ പ്രധാനമന്ത്രിയായി സഫ്ദർജംഗ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മുഗൾ രാജാക്കന്മാരായ മുഹമ്മദ് ഷായുടെയും അഹമ്മദ് ഷായുടെയും വലങ്കൈ കൂടിയായിരുന്നു സഫ്ദർജംഗ്. അന്നത്തെ രാജാവ് ഡൽഹി വിട്ടു നിന്ന സമയത്ത് അധികാരം കൈയാളിയത് ഈ സഫ്ദർജംഗ് ആയിരുന്നു. കിരീടമണിയാത്ത രാജാവായി സഫ്ദർജംഗ് ഭരണത്തിൽ കൂടുതൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് അന്നത്തെ ഇന്ത്യ കണ്ടത്. ഇരട്ട നിലയുള്ള തൂമ്പിൻ്റെ 4 ഭാഗത്തായിട്ട് വിശാലമായ പൂന്തോട്ടങ്ങളും വെള്ളമൊഴുകാനുള്ള പ്രത്യേക വെട്ടുവഴികളും നടപ്പാതകൾ, മസ്ജിദ് ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. മുഗൾ വാസ്തുവിദ്യാ രീതിയിലാണ് ഇവിടുത്തെ തൂമ്പ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുണ്ണാമ്പ് കല്ലിലുണ്ടാക്കിയ കരവിരുതുകളാണ് ഈ ശില്പ സൗന്ദര്യത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നത്. മുഗൾ ശില്പശക്തിയുടെ അവസാനത്തെ ശക്തി സൗന്ദര്യമാണ് സഫ്ദർജംഗ് ടോംബ്. അബ്ദുൾ റഹ്മാൻ ഖാൻ്റെ ശവകുടീരത്തിൽ നിന്നും ചെങ്കല്ലും മാർബിളും അടർത്തിയെടുത്തിട്ടാണ് ഈ കുടീരം പണി കഴിപ്പിച്ചതെന്നും വിശ്വസിച്ചു പോരുന്നു. അണയാൻ തുടങ്ങിയ സുന്ദരമായ ശില്പകലയുടെ അവസാനത്തെ ആളിക്കത്തലാണ് ഈ തൂമ്പ്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ സഫ്ദർജംഗ് തൂമ്പിനെ വിശേഷിപ്പിക്കുന്നത്.
ഇതാണ് സഫ്ദർജംഗ് തോമ്പ്. 1754 സഫ്ദർജംഗ് മരിക്കുന്നത്. ആ സമയത്ത് മകനായ ഷുജാ ഉദ് ദൗളയാണ് വെണ്ണക്കല്ലും ചെങ്കല്ലും കൊണ്ട് ഈ കുടീരം പണിതുയർത്തിയത്. ഏകദേശം 7 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത് എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. അങ്ങനെ നമ്മുടെ സഫ്ദർജംഗ് തോമ്പിലെ കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ ചെങ്കോട്ടയിലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. ഇനിയും ഡൽഹിയിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതുകൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.